ന്യൂസൻസ് ആകാം. ആ ഉദാഹരണത്തിന് ചൂടാറും മുമ്പേ മറുപടി പറയുന്നത് നല്ലത്. ഇവന് ഇളകാതിരുന്നാ മതിയായിരുന്നു. കോൺഗ്രസ് പ്രതിനിധിയോട് അവതാരക എന്നുള്ള നിലക്ക് സതീഷ ചോദിക്കുന്നേ സമയമുണ്ട്, എല്ലാവരിലേക്കും ഒന്ന് പോട്ടെ. ഞാനിതിനെ ഒന്ന് ചോദ്യങ്ങളെങ്കിലും എല്ലാവരിലേക്കും ഒന്ന് പോയിക്കോട്ടെ. എന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ള ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയൊക്കെ സംസാരിക്കരുതെന്ന്. ബഹളം വെക്കില്ലേ? സമയം കൊടുക്കൂ. അതായത് 2021 ഞാനൊന്ന് പറയാം, സംസാരിക്കണ്ടെന്ന് പോടോ. ഒന്നും പറയാൻ പാടില്ല. അല്ല, ആ ചോദ്യം ഞാൻ ചോദിക്കാം. എനിക്ക് ഞാനത് നേരത്തെ ചോദിച്ചിരുന്നു. സതീഷ് ഒന്ന് ഒരു 30 സെക്കൻഡ് ഒന്നും മിണ്ടാതിരിക്കും. ഇനിയെങ്ങാനും ഇടയിൽ കയറി സംസാരിച്ച ശ്യാമരാജ് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഓക്കെ, അതിദാരിദ്ര്യമുക്തം കേരളം എന്നുള്ളത് താങ്കൾ അംഗീകരിക്കുന്നുണ്ട്. അത് മോദി സർക്കാരിന്റെ നേട്ടമായിട്ടാണ് താങ്കൾ അതിനെ ചിത്രീകരിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. എന്തുകൊണ്ടാണ് മോദി ഭരിക്കുന്ന ഈ രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളുണ്ടല്ലോ, ആ സംസ്ഥാനങ്ങളൊന്നും ഈ നേട്ടം കൈവരിക്കാതെ പോയത്? കേരളം പല കാര്യത്തിലും നമ്പർ 1 ആയതിന് ഇടതുപക്ഷത്തിന്റെ എന്ത് പങ്കാൻ ചെയ്തുള്ളത് നോക്കൂ. 1956 രൂപീകൃതമാകുമ്പോ 50%-ലധികം സാക്ഷരത ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ദേശീയ ശരാശരി എന്ന് പറയുന്ന 12% എന്തോ മാത്രമായിരുന്നു. അന്ന് ശിശുമരണ നിരക്കും മറ്റ് നമ്മുടെ ആയുർദൈർഘ്യവും ഒക്കെ ഈ ഭാഗത്ത് കൂടുതൽ തന്നെ ആയിരുന്നേ. പക്ഷെ അതൊന്നും നമ്മൾ ആരോടും പറയുകയില്ല. 1924 സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തില് തൊടുപുഴയിലെ മൂലമറ്റത്ത് മോറക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് മലയേറിയ ട്രൈബൽ വിഭാഗത്തിന് മാനേജ്മെന്റ് സ്കൂൾ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പും കേരളത്തിലെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് മാനേജ്മെന്റ് സ്കൂൾ ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് ആണിത്. അതിൽ ഇവർക്ക് എന്ത് പങ്കാണ് രഞ്ജിത? നിന്നെ കുറിച്ച് എന്തൊക്കെ അനാവശ്യമാണോ പറഞ്ഞെന്നറിയോ? എനിക്ക് സഹിച്ചില്ല. ഇവിടെ കേരളത്തിൽ ദാരിദ്ര്യം കുറവാണ്, യാഥാർത്ഥ്യമാണ്. മലയാളികൾ പണിയെടുത്തു, മലയാളികൾ കഷ്ടപ്പെട്ട് പണിയെടുത്തു, കഷ്ടപ്പെട്ട് പഠിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളം പല കാര്യത്തിലും മുമ്പോട്ടായതിൽ ഇടതുപക്ഷത്തിന് അതിന്റെ പങ്കുണ്ടെങ്കിൽ അവർ മാറി മാറിയാണല്ലോ ഭരിച്ചത്. അങ്ങനെയെങ്കിൽ 35 വർഷം ഇടതുപക്ഷം ഭരിച്ച ബംഗാളിന്റെ ക്രെഡിറ്റ് എന്താ ഇവർ ഏറ്റെടുക്കാത്തത്? ബംഗാളിന്റെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾ ഏകദേശം 8.6%. ഇവിടെ 0.71 അവിടെ 8.6. അപ്പൊ അതിന് ക്രെഡിറ്റ് ഇവരെടുക്കുമോ? അത് കഴിഞ്ഞിരിക്കട്ടെ, ആ ഗമ ആശാദന വെച്ചോ. ഇടതുപക്ഷത്തിന്റെ ഇടത് മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്ത് അവർ ഭരിച്ച മുഴുവൻ മോഡലും എടുക്കണം. എന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചു നോക്കണം. അവരെന്ന് ചിന്തിച്ചു തുടങ്ങുന്നു അന്ന് കട്ടയം പുറമാണ്. അത് ശരിയാ. ഇന്നും മനുഷ്യർ വലിക്കുന്ന റിക്ഷകളുള്ള ഒരു സംസ്ഥാനമായിട്ട് വെസ്റ്റ് ബംഗാൾ മാറിയിട്ടുണ്ടെങ്കിൽ മാത്രമാണോ ഈ പ്രശ്നം? ഇവിടെ മലയാളികൾ അവനിട്ട് പണിഞ്ഞിട്ട് എനിക്കിട്ട് കേട്ടരുത്. അതാണ് ഞാൻ തുടക്കം മുതൽ പറഞ്ഞത്. 2014 മുതൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഈ രാജ്യത്ത് നടപ്പാക്കിയ പദ്ധതികളിലൂടെ ഏകദേശം 26 കോടി അതിദരിദ്രരെ അതിൽ നിന്ന് മുക്തരാക്കിയിട്ടുണ്ടെന്നുള്ളത് കണക്കാണെന്ന്. സംശയം ഉണ്ടെങ്കിൽ ഈ രേഖകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. നിതി ആയോഗിന്റെ വേൾഡ് ബാങ്കിന്റെ കണക്കാണ്. ആ കണക്കുകളെ ഉദ്ധരിച്ചാണ് ഞാൻ പറയുന്നത്, വെറുതെ പറയുന്നതല്ല. ഇവിടുത്തെ പ്രശ്നം എന്താ അറിയാ അഞ്ജിത? ഇവിടുത്തെ കേരളത്തിലെ സർക്കാർ ഈ അതിദരിദ്രരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന മാനദണ്ഡത്തിനെ ഞങ്ങൾ എതിർക്കുന്നത്. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട. ഇതുണ്ടോ, ഇത് എടമലക്കുടിയിൽ, കേരളത്തിലെ എടമലക്കുടിയിൽ പഞ്ചായത്തില് അവിടെ കാർത്തിക് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, അവന് പനി വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് ഒരു കമ്പില് കെട്ടി ചാക്കിൽ പൊതിഞ്ഞ് കമ്പില് കെട്ടി ചുമന്നുകൊണ്ട് പോകുന്നതാണ്. ഈ സജീഷിന്റെ പാർട്ടിയുടെ കണക്കനുസരിച്ചിട്ട്, കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ കണക്കനുസരിച്ചിട്ട് ഇവര് പാവപ്പെട്ടവരല്ലാന്ന്. വേലവയ്പ നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? നിലമ്പൂരുള്ള കരുളായി പഞ്ചായത്തിലാണ് ഈ വീട്. നോക്കൂ, ഇവിടെ ഞങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിട്ട് പോലും സാധിക്കുന്നില്ല. ഈ വീടിന്റെ താഴെ മൊത്തം ഇവിടെ ചെളിയാണ്. ഈ വീടിന്റെ ഉള്ളിൽ മൊത്തം ചോർന്നൊലിക്കലാണ്. അടുപ്പ് പുകയുന്നില്ല. മഴ പെയ്യുമ്പോൾ അടുപ്പിലേക്ക് വെള്ളം വീഴുകയാണ്. ടാർപോളിൻ വലിച്ച് കെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് അവൻ താജ്മഹൽ പണിയാൻ നടക്കണേ. ഈ വീട്ടുകാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണക്കനുസരിച്ചിട്ട്, സതീഷിന്റെ പാർട്ടിയുടെ കണക്കനുസരിച്ചിട്ട് പണക്കാരാണെന്ന്. ഉളുപ്പ് വേണം, ഉളുപ്പ്. ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാം പെട്ടെന്നായിരുന്നില്ലേ, ഒന്ന് പ്ലാൻ ചെയ്യാൻ പോലും സാധിച്ചില്ല. ഇവരുടെ മാനിഫെസ്റ്റോയിൽ തന്നെ പറയുന്ന 4.5 ലക്ഷം കുടുംബത്തിന്റെ കാര്യം എന്താണെന്ന് ഇവർ പറയട്ടെ. അതൊന്നും പറയാതെ ഇവരിപ്പൊ കാണിച്ച ഗിമ്മിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തെ ഞങ്ങൾ ദാരിദ്ര്യമുക്തരാക്കി, അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊണ്ടാണ് എന്നൊരു ഇലക്ഷൻ സ്റ്റണ്ട് നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്തത്. രാഷ്ട്രീയമല്ലേ മോനെ, ഞങ്ങളെ കളിക്കുന്ന കളിയൊന്നും നിനക്ക് മനസ്സിലാവില്ല.
പരമദരിദ്രരായിട്ടുള്ള 4.5 ലക്ഷം കുടുംബങ്ങളെ ആട്ടോ, വ്യക്തികളെയല്ല, പരമദരിദ്രരായിട്ടുള്ള 4.5 ലക്ഷം കുടുംബങ്ങളെ കണ്ടെത്തി അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കുമെന്നാണ് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. അതിനുശേഷം ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതിദാരിദ്ര്യമുക്തരായിട്ടുള്ള 64,004 പേരുണ്ടെന്നാണ്. അതായത് ഈ തുടക്കത്തിൽ ഇവർ കഴിഞ്ഞ 5 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്ന 4.5 ലക്ഷം കുടുംബത്തിനെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ 64,000 പേരെ ഞങ്ങൾ പരമമായിട്ടുള്ള ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. എന്നാലേ അടുത്ത ഇലക്ഷൻ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. കേരളത്തിലെ ദാരിദ്ര്യം ഇല്ലാതാക്കിയതിൽ, രാജ്യത്തൊട്ടാകെയുള്ള ദാരിദ്ര്യം ഇല്ലാതാക്കിയതിൽ കേന്ദ്ര സർക്കാരിന്റെ പങ്ക് ആർക്കാണ് ഇല്ലെന്ന് പറയാൻ വേണ്ടി പറ്റുക? നോക്കൂ, 2014 മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോ ഈ രാജ്യം എത്രാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നു? 10ാമത്തെയോ 11ാമത്തെയോ? ഇന്നിപ്പോ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിട്ടില്ലേ? ഈ കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടി മറ്റേതൊക്കെ സംസ്ഥാനങ്ങളെ ഇങ്ങനെ പ്രഖ്യാപിച്ചു? അത് നീ എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ. ഇവിടെ ഈ ഇടതുപക്ഷവും കോൺഗ്രസ് ഒക്കെ ഞങ്ങളെ പുച്ഛിച്ച ഒരു വാക്കാണ് സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞപ്പോൾ. നമ്മൾ ഈ രാജ്യത്ത് മോദി സർക്കാർ വന്നതിന് ശേഷം 11.5 കോടി ടോയ്ലറ്റുകൾ നിർമ്മിച്ചു കൊടുത്തുന്നേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇരുന്ന് പറഞ്ഞ അനൂപ് കോൺഗ്രസിന്റെ വക്താവിന്റെ കാലഘട്ടത്തിൽ ടോയ്ലറ്റ് ഇല്ലാത്ത ഒരു ജനത കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് ഉണ്ടായിരുന്നു. കേന്ദ്ര സഹായത്തോടു കൂടി കേരളം ഈ നേട്ടം കൈവരിച്ചു എന്ന് BJP സമ്മതിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. നിന്റെ ഒരു വർത്താനം എനിക്ക് പിടിക്കാത്തത്. ഈ നേട്ടം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടുന്ന് പറയുന്നത് പോലെയുള്ള ഈ ടെക്നിക്കൽ ടൈമിലല്ല. കേരളം ഉൾപ്പെടെയുള്ള രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും പൊതുദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ BJP സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അല്ലാതെ ഇവർ ഈ പറയുന്നത് പോലെയുള്ള ഈ 64,000 പേരുടെ കണക്ക് മാത്രം. നമുക്ക് മറ്റു 2 അതിഥികളിലേക്ക് കൂടി പോകണം. അല്ല, അതിന് സജീഷ് മറുപടി പറയാം. ഇപ്പൊ അനൂപ് പറയട്ടെ. സ്വാതന്ത്ര്യമുണ്ട് കോൺഗ്രസ് ആയതുകൊണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പറയരുത്, അത്രേ ഉള്ളൂ. ചോദിക്കാൻ പാടുണ്ടോ? എന്ത് കൊടുത്തിട്ടാണ് നിങ്ങൾ മക്കളെ പഠിപ്പിച്ചാൽ? സജീഷിനെ കോട്ട് ചെയ്യുന്നത് വിഷമമാണെങ്കിൽ ഞാൻ സജീഷിനെ ഉദ്ധരിക്കും നിർത്തി. എനിക്ക് പറയാമല്ലോ. പറയുന്നത് ഈ റേഷൻ കാർഡുള്ള ആളുകൾ അതിദരിദ്രരാണെന്ന, ഈ 6 ലക്ഷത്തിന് താഴെയുള്ള റേഷൻ കാർഡുള്ള ആളുകൾ അതിദരിദ്രരാണെന്ന. അത് നിങ്ങൾ അതിദരിദ്രരല്ല എന്ന് പറയുമ്പോ വളരെ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ക്ലാസ്സിൽ ഒരു പരീക്ഷ നടത്തുന്നു. 100 പേരുള്ള പരീക്ഷയിൽ 20 പേർ തോൽക്കുന്നു. അപ്പൊ പരീക്ഷകൻ പറയുന്നത് ഈ തോറ്റ 20 പേരും തോറ്റിട്ടില്ല, അവർ ജയിച്ചു. അതുകൂടാതെ പരീക്ഷ എഴുതാത്ത കുറച്ച് കുട്ടികളുണ്ട്, അവരെ കൊണ്ടുവന്ന് അവരും പരീക്ഷ എഴുതിയാൽ ജയിച്ചു. അതാണ് ഇതിന്റെ ലോജിക്, സിമ്പിൾ ലോജിക്കാണ്. എന്റെ ഈശോയെ, ഞാൻ എന്ത് തെറ്റ് ചെയ്ത് എന്നെ ഇങ്ങനെ പരീക്ഷിക്കാൻ? എനിക്ക് അഭിപ്രായമുണ്ട്. ശസ്ത്രക്രിയ നടത്തിയ വീടുകളിൽ പാചകം ഞാൻ പറഞ്ഞോ? സജീഷ് പറഞ്ഞത് വിട്ടേക്കൂ. സജീഷ് കുറെ എണ്ണുണ്ട്, ഒരു വിവരവും ഇല്ല.